പുതിയതായിട്ട് എടുക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോളിസി റിട്ടേൺ ടു ഇൻവോയ്സ് കവർ ചെയ്യുക. എന്നാണ് അപകടത്തിൽപ്പെടുന്നത്? അന്നത്തെ ആ വാഹനത്തിൻ്റെ ജനറേറ്റ് ചെയ്യുന്ന ഇൻവോയ്സ് വില പ്ലസ് നമ്മുടെ റോഡ് ടാക്സ് പ്ലസ് ഒരു വർഷത്തെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഇത്രയും തിരിച്ചു കിട്ടും. വാഹന ഡീലർക്ക് പോളിസി ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. പോളിസി ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൊടുക്കുമ്പോൾ അവർ ശരിക്കും ഒരു ഏജൻസി എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു ഡീലർ ഒരു ഏജൻസി പോലെയാണ്. അവർക്ക് കമ്മീഷൻ ഉണ്ട്. ഇപ്പോൾ MISP എന്ന ബേസ് ചെയ്തിട്ട് അവർ പോളിസി കൊടുക്കുമ്പോൾ അവർ കാര്യമായ ഡിസ്കൗണ്ടുകളൊന്നും തരാതെ ഒരു വാഹനം എടുക്കാൻ ചെല്ലുന്ന ആൾക്ക് കൂടുതലായിട്ട് അറിയാൻ പാടില്ലാതെ വരുമ്പോൾ ഞങ്ങളെല്ലാം ചെയ്തു തരാം, വാഹനം ഞങ്ങളെല്ലാം നിങ്ങൾ പേയ്മെൻ്റ് അടയ്ക്കും, ഞങ്ങളെല്ലാം ചെയ്തു തരാം, ഇവിടെ ക്യാഷ്ലെസ് തരും, നമ്മൾ എല്ലാം നോക്കിക്കോളാം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇത് പിടിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പിടിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഈ വാഹന ഉടമ നല്ലൊരു എമൗണ്ട് അദ്ദേഹത്തിന് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സലീരാജ് സാറാണ്. സാറ് ജനറൽ ഇൻഷുറൻസ് സർവേയറാണ്, സീനിയറായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒന്ന് ഇൻഷുറൻസ്, ഒന്ന് ക്ലെയിം. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ ഒരു വീഡിയോനെ രണ്ട് സെക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആദ്യത്തേൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസിനെ പറ്റിയായിരിക്കും. രണ്ടാമത്തേൽ നമ്മൾ ക്ലെയിമും അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മേ ബി കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ടാകുമായിരിക്കും, എന്നാലും ഇരുന്ന് കാണാൻ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ബേസിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ എന്താണ് ഇൻഷുറൻസ്, എന്തിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഇൻഷുറൻസ് എടുക്കുന്നത്, ഈ ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് ഈ എന്തൊക്കെയാണ് കിട്ടുക, മേ ബി വണ്ടി ഇടിക്കുന്ന മാത്രമാണ് കിട്ടുക, അതല്ല വേറെ എന്തൊക്കെ കവർ ചെയ്യും എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഇൻഷുറൻസ് നമ്മുടെ ഏറ്റവും നമ്മൾ പറഞ്ഞു വരാൻ നമ്മളിപ്പോൾ ആദ്യമേ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ അത് റോട്ടിൽ വാഹനം ഓടിക്കണമെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് നിർബന്ധമാണ്. ആ ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ആണുള്ളത്. ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസും, ഒന്ന് ഫുൾ കവർ ഇൻഷുറൻസ് അല്ലെങ്കിൽ പാക്കേജ് ഇൻഷുറൻസ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായിട്ടും നമുക്ക് വേണ്ടതാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വാഹനവും ഓടിക്കാം. പക്ഷേ അപകടം പറ്റിക്കഴിഞ്ഞ് വാഹനത്തിൽ നിന്ന് നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നൊന്നും കിട്ടത്തില്ല, നമുക്ക് കിട്ടില്ല. തേർഡ് പാർട്ടിക്ക് കിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ വാഹനം ഇടിച്ച് വേറൊരു വാഹനത്തിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി പോസ്റ്റ്, കോമ്പൗണ്ട് വാൾ എന്തുമേയാണോ ഇടിക്കുന്നത് അതിനുണ്ടാകുന്ന നാശനഷ്ടത്തിന് മാത്രമേ അത് ആ വണ്ടിയുടെ തേർഡ് പാർട്ടിക്ക് കൊണ്ട് കിട്ടുള്ളൂ. അത് തേർഡ് പാർട്ടി പേഴ്സൺ, തേർഡ് പാർട്ടി പ്രോപ്പർട്ടി ഡാമേജ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഒരു വണ്ടി നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ബേസിക്കലായിട്ട് വേണ്ട തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും നിർബന്ധമായിട്ട് വേണം. പിന്നെ നമ്മൾക്ക് രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പാക്കേജ് പോളിസി എന്ന് പറയും. ഈ പാക്കേജ് പോളിസി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നോർമലായിട്ടുള്ള പോളിസി, പാക്കേജ് പോളിസി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡിപ്രീസിയേഷൻ, വാഹനത്തിന്റെ ഇയർ അനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ തേയ്മാനം കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന വാല്യൂ അല്ലേ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു പുതിയ വാഹനമാണെങ്കിൽ ആദ്യത്തെ 6 മാസത്തേക്ക് അതിന് മെറ്റൽ പാർട്സിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല, സീറോ ആയിരിക്കും. ആ സമയം അത് മെറ്റൽ പാർട്സ് ആണ്. പ്ലാസ്റ്റിക് ഫൈബർ ആണെങ്കിൽ നേരെ അതിന് 50% കട്ടിങ് വരും. അപ്പോൾ 6 മാസത്തിന് ശേഷമാണെങ്കിൽ 5%, അത് 1 ഇയർ വരെ, 1 ഇയറിന് ശേഷം 10%, അത് രണ്ടാമത്തെ വർഷമാണെങ്കിൽ 25%. അങ്ങനെ നമ്മൾ ഓരോ ഇയർ അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫുൾ കവർ ഇൻഷുറൻസിനെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടം, ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്, സ്പെയർ പാർട്സൊക്കെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് അത്രയും നഷ്ടം സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ആ പോളിസിയെ നമ്മൾ ഫുൾ കവർ, എൻഹാൻസ്മെൻറ്റ് കവർ എന്ന് പറഞ്ഞിട്ട് നിൽ ഡിപ്രീസിയേഷൻ കവർ എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പോളിസിനെ നമ്മൾ പറയുന്നത് എൻഹാൻസ്മെൻറ്റ് കവർ എന്നാണ് പറയുക. എൻഹാൻസ്മെൻറ്റ് അതിൽ തന്നെ ഒരുപാട് ടൈപ്പ് എൻഹാൻസ് ചെയ്യാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ ഒരു പ്രധാനമാണ് നിൽ ഡിപ്രീസിയേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രീസിയേഷൻ വേവ് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ ഉണ്ടാകത്തില്ല. അത് നോർമലി കൊടുക്കുന്നത് 5 കൊല്ലത്തേക്ക്, 5 കൊല്ലം വരെയാണ് സാധാരണ കൊടുക്കുന്നത്. ഇപ്പോൾ അത് 7 വർഷം ആക്കിയിട്ടുണ്ട്. ചില പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ, ചില കമ്പനികളെല്ലാം അത് 10 വർഷം വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പോളിസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന നഷ്ടം നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാം. അതോടൊപ്പം തന്നെ നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റാണ് നമുക്ക് RTI, റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു പോളിസിയിൽ എൻഹാൻസ് ആഡ് ചെയ്യാൻ പറ്റിയൊരു കവറേജ് ഉണ്ട്. എന്താണ് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
നമ്മളൊരു വാഹനം അപകടത്തിൽപ്പെടുന്നു അപകടത്തിൽപ്പെടുന്നോ അന്നത്തെ ഡേറ്റിലുള്ള ആ ഡീലർ ജനറേറ്റ് ചെയ്യുന്ന ഇൻവോയ്സ് പ്രൈസ് പ്ലസ് നമ്മുടെ ഇൻഷുറൻസ് തുക 1 ഇയറിലെ ഇൻഷുറൻസ് തുക പ്ലസ് റോഡ് ടാക്സ് നമ്മളടച്ച റോഡ് ടാക്സ് ഇത്രയും നമുക്ക് ഇൻഷുറൻസ് കമ്പനി റിട്ടേൺ തരുന്നു. അതാണ് റിട്ടേൺ ടു ഇൻവോയ്സ്. അപ്പോൾ നമുക്ക് വലിയ പരിക്കില്ലാതെ നമുക്കൊരു പുതിയ വാഹനം വാങ്ങിക്കാനുള്ള എമൗണ്ട് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ എല്ലാ വാഹന ഉടമകളും പുതിയതായിട്ട് എടുക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോളിസി റിട്ടേൺ ടു ഇൻവോയ്സ് കവർ ചെയ്യുക. അതുപോലെ തന്നെ എൻജിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു പോളിസി ഒരു കവറേജ് ഉണ്ട്. എൻജിൻ പ്രൊട്ടക്ഷൻ നമ്മൾ വാഹനം വെള്ളത്തിൽ കൂടെ ഓടിച്ച് എൻജിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ സർവീസ് ചെയ്യേണ്ടി വരും. എൻജിൻ സർവീസ് എന്ന് വെച്ചാൽ എൻജിൻ റീകണ്ടീഷൻ ചെയ്യേണ്ടതുള്ള പേയ്മെൻ്റ് ഒക്കെ കിട്ടാനാണ് റിട്ടേൺ ടു ഇൻവോയ്സ് എൻജിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ കവറേജ് നമ്മൾ എടുക്കുന്നത്. അത് സാധാരണ ഈ നമ്മൾ മറ്റ് പോളിസിയിൽ ഈ വാഹനം വെള്ളത്തിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. ഇത്ര ലെങ്ത്തിലുള്ള ടയറിൻ്റെ ഇത്രയും സൈസ് ലെങ്ത് ഉണ്ട്, ആ ലെങ്ത്തിൽ കൂടുതൽ വെള്ളത്തിൽ കൂടെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്നുണ്ട്. അതിൽ കൂടുതൽ നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അറിയാത്തതുകൊണ്ട് പോകാം, ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ട് എൻജിൻ പ്രൊട്ടക്ഷൻ ഒരു കവറേജ് പ്രധാനപ്പെട്ട ഒരു കവറേജാണ്. അതിലാണ് ടയർ ആൻഡ് അലോയ് വീൽ എന്ന് പറഞ്ഞൊരു കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, നമ്മൾ വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ബിലോങ്ങിങ്സ് അതിന് FIR വേണ്ടി വരും, അല്ലെങ്കിൽ ചില കമ്പനികൾ GD മതിയാവുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട വേറൊരു കവറേജാണ് റോഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഇത്. നമ്മൾ റോഡിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ തരും. നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം വർഷവും ഗ്യാരേജിൽ എത്തിക്കാനുള്ള സജ്ജീകരണം ചെയ്യും. അപ്പോൾ ഈ എൻഹാൻസ്മെൻറ്റ് കവറുകളിൽ നമ്മൾ കൂടുതലായിട്ട് അത് ഇപ്പോൾ സാധാരണ പോളിസി കൊടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വാഹനം എടുക്കുമ്പോൾ ബണ്ടിൽഡ് പോളിസി എന്ന് പറഞ്ഞാണ് സാധാരണ ഇപ്പോൾ കൊടുക്കുന്നത്. ഒന്ന് ഫുൾ കവർ ഇൻഷുറൻസ് 1 ഇയർ പ്ലസ് 3 ഇയർ തേർഡ് പാർട്ടി പോളിസി കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ നിലവിൽ എല്ലാ വാഹനങ്ങളും പുതിയ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1 ഇയർ എടുക്കുന്ന പോളിസി ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളത് ഈ നിൽ പ്രിസ്റ്റേഷനും RTA-യും എൻജിൻ പ്രൊട്ടക്ഷൻ ടയർ ആൻഡ് അലോയ് വീൽ വേണമെങ്കിൽ, അതുപോലെ തന്നെ കീ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ, പേഴ്സൺ ബിലോങ്സ് വേണമെങ്കിൽ, റോഡ് അസിസ്റ്റൻസ് വേണമെങ്കിൽ, ഇതെല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യം നോക്കിയിട്ട് നമ്മൾ ആ കവറേജുകളെല്ലാം നമ്മുടെ എന്തൊക്കെയാണോ കവറേജ് നമുക്ക് അതനുസരിച്ച് നമുക്ക് എടുക്കാം, അത് ആഡ് ചെയ്ത് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ മെയിനായിട്ട് RTA ഒക്കെ ഒരു പ്രധാനമായിട്ടുള്ള സാധനമാണ് നമ്മുടെ ഫുൾ കവറേജ് ഇൻഷുറൻസിൽ. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരുമ്പോൾ എൻജിൻ പ്രൊട്ടക്ഷൻ വരും. അതെ, എൻജിൻ പ്രൊട്ടക്ഷൻ വരുന്നത് അതിൻ്റെ ബാറ്ററിക്കാണ് ഏറ്റവും കോസ്റ്റ്ലി വരുന്നത്. ബാറ്ററി പ്രൊട്ടക്ഷൻ, കാരണം വെച്ചാൽ ബാറ്ററി ശരിക്കും ഈ പറഞ്ഞ വാഹനത്തിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം കയറാനുള്ള സാധ്യത ശരിക്കും പാടില്ലാത്തതാണെങ്കിലും അതിനകത്ത് വെള്ളം ചില കേസുകളിൽ വരാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ ഹൈബ്രിഡ് വാഹനമാണെങ്കിൽ ഹൈബ്രിഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഏത് വാഹനമാണ് വാങ്ങിക്കുന്നത്, നമുക്ക് എന്തൊക്കെ കവറേജ് വേണോ അത് നമ്മൾ ഏത് കമ്പനിയിലായാലും നമ്മൾ ആവശ്യപ്പെട്ട് ചോദിച്ചറിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഏജൻ്റ് ആണെങ്കിൽ ഏജൻറ്റ് വഴി എടുക്കുകയാണെങ്കിൽ ആ ഏജൻറ്റിനോട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോളിസി നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികൾ 4 ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഓറിയൻ്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, അങ്ങനെ 4 പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അതുകൂടാതെ 35ഓളം പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ളത് പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികൾക്കാണ്. നമുക്ക് എല്ലായിടത്തും ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്, നമുക്ക് എവിടെയും കയറി ചെല്ലാം, എവിടെ ചെന്നാലും നമുക്ക് അതുപോലെ തന്നെ ഗ്രീവൻസ് സെല്ലുകളുണ്ട്. അവർക്ക് എല്ലാ കമ്പനികൾക്കും ഗ്രീവൻസ് സെല്ല് നിർബന്ധമാണ്. പക്ഷേ പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക, സർക്കാർ സ്ഥാപനമാണ്, അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ അത് പോളിസി ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് അതിനകത്ത് ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഒരു പരിധി വിട്ടുന്ന അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നിയമങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. അവർ പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് ഈ പൊതുമേഖല ഗവൺമെൻറ് കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്നത്. എല്ലാ കമ്പനികളും അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ചില പുതിയതായിട്ട് വരുന്ന ചില പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷുറൻസ് എടുക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയൊരു വാഹനമാണ് എടുക്കുന്നത്, അത് ഇപ്പോൾ ഇലക്ട്രിക് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ കത്തിപ്പോവാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പേഴ്സണൽ ബിലോങ്ങിങ്സ് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പുതിയൊരു വാഹനം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ റിട്ടേൺ ടു ഇൻവോയ്സ് എല്ലാം വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്, അല്ലേ? അതെ. ഭൂരിഭാഗം ആളുകൾ പറയുന്ന പോലെ പ്രീമിയം കൂടുതലായതുകൊണ്ട് ഏറ്റവും കുറവ് പ്രീമിയം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വാഹനം എടുത്തിട്ട് പിന്നീട് ഒരു ഇഷ്യൂ വരുമ്പോഴാണ് കവറേജിൽ പലതും ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. പിന്നെ അധികം ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് IDV.
ഈ IDVയുടെ പ്രാധാന്യം ഒന്ന് പറയുമോ? ഇപ്പോൾ ഈ IDV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുർഡ് ഡിക്ലെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ വാഹന ഉടമയാണ് ശരിക്കും. ആ വാഹന ഉടമ ഡിക്ലെയർ ചെയ്യുന്ന വാല്യൂവിനെയാണ് ഇൻഷുറൻസ്. നമ്മൾ ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വാഹന ഉടമയും ഇൻഷുറൻസ് കമ്പനി തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാഹനത്തിന് ഇത്ര ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ആ മാർക്കറ്റിൽ ഇല്ലാത്ത വിലയ്ക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു ഡീലർ പ്രൈസുകളുണ്ട്. ആ പ്രൈസുകളിൽ നിന്ന് ഒരുപാട് കൂടാൻ പാടില്ല, ഒരുപാടെന്നല്ല കൂടാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഇൻഷുറൻസ് കമ്പനികളുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ നമ്മളൊരു വണ്ടിയുടെ മോഡലും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ അതിനകത്തൊരു വില വരും. പക്ഷേ ആ വിലയിൽ ചില കേസുകളിൽ ചില വാഹനങ്ങൾക്ക് നമുക്ക് മാർക്കറ്റിൽ വില കൂടുതലായിരിക്കും. ചില വാഹനങ്ങൾക്ക് മറ്റേ വണ്ടിയുടെ വില അന്ന് കുറവായിരിക്കും, ചിലപ്പോൾ സിസ്റ്റത്തിൽ കാണിക്കുന്നത് കുറവാണെങ്കിലും പക്ഷേ വാഹനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ ടെമ്പോ ട്രാവലറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നേരത്തെ വില കുറവായിരുന്നു, ഇപ്പോൾ നല്ല വിലയാണ്. പഴയ മോഡൽ യമഹ പോലുള്ള വാഹനങ്ങൾക്ക് വില കൂടുതൽ. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് IDV കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് സർവേയർ, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓതറൈസ്ഡ് സർവേയറെ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അത് ഇൻഷുറൻസ് കമ്പനിയിൽ അപ്രൂവലിന് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ IDVയിൽ നമുക്ക് വേവ് ചെയ്യാം. അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ IDV ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് ടോട്ടൽ ലോസ് വരുന്ന അവസ്ഥകളിലെല്ലാം ഈ IDV പിന്നെ ബേസ് ചെയ്തിട്ടാണ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത്. IDVയിൽ നിന്ന് ഇപ്പോൾ 2 വീലർ ആണെങ്കിൽ 100 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് ഇൻഷുർഡിന് കിട്ടണം, വാഹന ഉടമയ്ക്ക് കിട്ടണം. അത് പ്രൈവറ്റ് കാറാണെങ്കിൽ 1500 cc താഴെയുള്ള വാഹനമാണെങ്കിൽ 1000 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് കിട്ടണം. ആ സമയം 1500 cc മീതിയുള്ള വാഹനം ഒരു പ്രൈവറ്റ് കാറാണെങ്കിൽ അദ്ദേഹത്തിന് 2000 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടണം. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ ഉപയോഗിച്ചു, അത് ആക്സിഡൻറ്റോ എന്തെങ്കിലും ആയി, അത് ടോട്ടൽ ലോസിലേക്ക് പോയി, അപ്പോൾ നമുക്ക് റിട്ടേൺ ടു ഇൻവോയ്സ് ഇല്ല എങ്കിൽ നമുക്ക് IDV പറയുന്ന IDVയിൽ നിന്നുള്ള ഈ പറഞ്ഞ 100 പോളിസി എക്സസ് 2 വീലർ 100, പ്രൈവറ്റ് കാർ 1500 cc-ലാണെങ്കിൽ 1000, 1500 cc-ൽ മീതിയാണെങ്കിൽ 2000 രൂപ. അത് പോയിട്ട് ബാക്കിയുള്ള കൊമേഴ്സ്യൽ വെഹിക്കിൾ ആണെങ്കിൽ അത് വേറെ ഡിഫറെൻ്റ് ആണ് അതിനകത്ത്. ഇപ്പോൾ റിട്ടേൺ ടു ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ അന്നത്തെ ഇൻവോയ്സിലെ വാല്യൂ അത് പല രീതിയിലാണ് ഓരോ കമ്പനി സെറ്റിൽ ചെയ്യണത്. ഓരോ കമ്പനിക്കും അതാത് സെറ്റിൽമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് അപകടത്തിൽപ്പെടുന്നത് അന്നത്തെ ആ വാഹനത്തിൻ്റെ ജനറേറ്റ് ചെയ്യുന്ന ഇൻവോയ്സ് വില പ്ലസ് നമ്മുടെ റോഡ് ടാക്സ് പ്ലസ് ഒരു വർഷത്തെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഇത്രയും തിരിച്ചു കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഈ പോളിസി എക്സസ് കുറച്ചിട്ടുള്ള അപ്പോൾ RTA ആണെങ്കിൽ ബേസിക്കലി നമ്മൾ ചിലവാക്കിയതിൽ ഒരുവിധം നമുക്ക് തിരിച്ച് കിട്ടും ഓൾമോസ്റ്റ് അല്ലേ? അതെ. അപ്പോൾ അത് എടുത്തു വെക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ കാര്യം ഷോറൂമിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ ഇൻഷുറൻസിന് അവർ 3 വർഷത്തെ തേർഡ് പാർട്ടിയും 1 വർഷത്തെ ബമ്പർ ടു ബമ്പർ നിൽ ഡിപ്രീസിയേഷൻ RTA എല്ലാം അടക്കം അവർ 65,000 രൂപയാണ് പറഞ്ഞേക്കുന്നത്. അതേസമയം ഞാൻ പുറത്ത് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി യുണൈറ്റഡ് ഇന്ത്യ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ അതിൻ്റെ പാതി വില ഒരു 30,000 രൂപയ്ക്ക് സെയിം സാധനം സെയിം IDVയിൽ ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയും ഒരു ഡിഫറൻസ് വരാം പ്രൈവറ്റ് കമ്പനിയും അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയായിട്ട് ചെയ്യുമ്പോൾ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിസി ഇപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഈ ഇൻഷുറൻസ് കമ്പനികൾക്കെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം നമ്മൾ പോളിസി കൊടുക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ അതിനകത്ത് മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്ര കൊടുക്കാൻ പാടുള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ, അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂട്ടി കൊടുക്കാൻ ഇപ്പോൾ ഇത്ര ശതമാനത്തിൽ കൂടുതൽ കൊടുക്കാൻ ഈ ഗവൺമെൻറ് കമ്പനികൾക്ക് പറ്റില്ല, പ്രൈവറ്റ് കമ്പനികൾക്ക് ചിലപ്പോൾ പറ്റും. ചില കേസുകളിൽ അവർ ഏതെങ്കിലും രീതിയിലൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീലർ പോയിന്റുകളെല്ലാം MISP എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. MISP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഹന ഡീലർക്ക് പോളിസി ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. പോളിസി ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൊടുക്കുമ്പോൾ അവർ ശരിക്കും ഒരു ഏജൻസി എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു ഡീലർ ഒരു ഏജൻസി പോലെയാണ്. അവർക്ക് കമ്മീഷൻ ഉണ്ട്. ഈ കമ്മീഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൊടുക്കുന്ന പ്രീമിയത്തിൻ്റെ ശതമാനമാണ്. അത് 15% അല്ലെങ്കിൽ 20% അങ്ങനെ പെർസെൻറ്റേജാണ്. 15% കമ്മീഷനാണെങ്കിൽ ചിലപ്പോൾ 10% ഇൻസെൻറ്റീവ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രീമിയത്തിൻ്റെ എമൗണ്ട് ഇപ്പോൾ 30,000 കൊടുക്കണമെങ്കിൽ അത് ഇത്രേ കിട്ടുള്ളൂ. അപ്പോൾ 50,000 കൊടുക്കണമെങ്കിൽ 50,000-ൻ്റെ കമ്മീഷൻ കിട്ടും. പിന്നെ അവർക്ക് അല്ലാണ്ട് മറ്റേ പേ ഔട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ MISP എന്ന ബേസ് ചെയ്തിട്ട് അവർ പോളിസി കൊടുക്കുമ്പോൾ അവർ കാര്യമായ ഡിസ്കൗണ്ടുകളൊന്നും തരാതെ ഒരു വാഹനം കൊടുക്കാൻ ചെല്ലുന്ന ആൾക്ക് കൂടുതലായിട്ട് അറിയാൻ പാടില്ലാതെ വരുമ്പോൾ ഞങ്ങളെല്ലാം ചെയ്തു തരാം, വാഹനം ഞങ്ങളെല്ലാം നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കും, ഞങ്ങളെല്ലാം ചെയ്തു തരാം, ഇവിടെ ക്യാഷ്ലെസ് തരും, നമ്മൾ എല്ലാം നോക്കിക്കോളാം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇത് പിടിക്കുന്നത്. പക്ഷേ നമ്മൾ
ഈ പിടിക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ വാഹന ഉടമ നല്ലൊരു എമൗണ്ട് അദ്ദേഹത്തിന് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള വാഹന ഇൻഷുറൻസുകളോ അല്ലെങ്കിൽ ഏതൊരു ഇൻഷുറൻസുകൾക്കോ നമ്മൾക്ക് പുറത്ത് ഏജൻറ്റുമാരുണ്ട്. ഇൻഷുറൻസ് കമ്പനിയുടെ ഓതറൈസ്ഡ് ഏജൻസി ഉണ്ട്, ഏജൻറ്റുമാരുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സാധാരണ ഒരു കുടുംബം ജീവിക്കുന്ന വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സാധാരണക്കാരൻ ഏജൻസി നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവർ ഇതിനു വേണ്ടി ഈ ഏജൻസി IRDAയുടെ ലൈസൻസ് ഉള്ളവരാണ്. അവർ വഴി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. മാത്രമല്ല അവർക്കൊരു കമ്മീഷനുണ്ട്, അവർക്ക് നമ്മളെന്താ പറയുക, ആ രീതിയിലൂടെ നോക്കണം നമ്മൾ. അവരുടെ ഒരു ജീവിതമാർഗം കൂടിയാണത്. അപ്പോൾ നമ്മൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്കോ അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ ഡീലർമാർക്കോ നമ്മുടെ പൈസ കൊണ്ടേ കൊടുത്ത് നമ്മൾ വെറുതെ നശിപ്പിക്കുകയാണെങ്കിൽ നല്ലത് സാധാരണക്കാരനൊരു വരുമാന മാർഗവുമായി നമുക്ക് പ്രീമിയത്തിലൊരു ഡിഫറൻറ്റുമായി എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ മാർക്കറ്റിൽ അന്വേഷിച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏജൻറ്റുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യം കുറച്ചുകൂടി നല്ലതാണ് എൻ്റെ അഭിപ്രായം. പലരും ഈ പറയുന്ന പോലെ ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് എടുത്താൽ ക്ലെയിം ചെയ്യാൻ എളുപ്പമാണ്, ക്യാഷ്ലെസ് കിട്ടും, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതേസമയം ഇപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് എപ്പോഴും എടുക്കുന്നത്, യുണൈറ്റഡ് ഇന്ത്യ. ആദ്യമൊക്കെ ഷോറൂമിൽ നിന്ന് എടുക്കുക, പിന്നെ യുണൈറ്റഡ് ഇന്ത്യ എന്നൊക്കെയാണ് എടുക്കുക. ക്ലെയിമുകളൊന്നും അങ്ങനെ പൊതുവേ വരാറില്ല. പക്ഷെ വന്നാലും നമുക്ക് ചില കേസുകളിൽ നമുക്ക് ക്യാഷ്ലെസ് കിട്ടാറില്ല. ആദ്യം നമ്മൾ ക്യാഷ് കെട്ടി വെച്ചിട്ട് പിന്നെ റീഫണ്ടായിട്ട് വരുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ഇത്രയും പൈസ കൊടുത്തിട്ടാണ് ഷോറൂമിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അത് ശരിക്കും എങ്ങനെയാണ് നമുക്ക് ഈ നാഷണലൈസ്ഡ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ശരിക്കും വരേണ്ട കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് അതിന് ഇപ്പോൾ നമ്മൾ ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഈ ഗവൺമെൻറ്റൊക്കെ സ്വീകരിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റാണ് അത്, ക്യാഷ്ലെസ് എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ ഇൻഷുറൻസ് ഭൂരിഭാഗം ഇൻഷുറൻസ് കമ്പനികളും ക്യാഷ്ലെസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ടൈപ്പ് ബിസിനസ്സുകൾ. ഇപ്പോൾ അവരായിട്ടൊരു ടൈപ്പ്, ഇപ്പോൾ ഏത് കമ്പനിയാണോ ആ ഡീലറായിട്ടൊരു ടൈപ്പ് ഉണ്ടെങ്കിൽ അവർ ക്യാഷ്ലെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു എഗ്രിമെൻറ്റ് അവർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വാഹനം കൊണ്ടുപോയി കൊടുക്കുന്നു, നമ്മൾ അടിയിൽ ഒരു ക്ലെയിം ഫോം തരും, അതിനകത്ത് ചുമ്മാ സൈൻ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയൊക്കെ അവർ ചെയ്തോളും, ഫില്ല് ചെയ്ത് കൊടുക്കും, ബാക്കിയെല്ലാം ചെയ്തോളും. പിന്നെ അവർ വണ്ടി എടുക്കാൻ നേരം നമ്മളാണ് ചെന്നാൽ മതി, വണ്ടി എടുത്തിട്ട് പോരാ. അല്ലെങ്കിൽ എത്രയാണ് എക്സസ് എമൗണ്ട് വരുന്നത് ആ എക്സസ് എമൗണ്ട് മാത്രം അടച്ചിട്ട് വാഹനം കൊടുക്കും. ശരിക്കും നമ്മൾ ശരിക്കും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതോറിറ്റികളോ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ മാക്സിമം ആളുകൾക്കും ഈ ക്യാഷ്ലെസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് സാധിക്കുന്നത് വെച്ചാൽ ക്ലെയിം, ഇപ്പോൾ നമ്മളൊരു വാഹനം അപകടത്തിൽപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ ചെല്ലണ സമയത്ത് ആ വാഹനം ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻറ്റിമേഷൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ കമ്പനിക്ക് ചെക്ക് ചെയ്യുക ആ വണ്ടിക്ക് നേരത്തെ പ്രീവിയസ് ആയിട്ട് ആ പോളിസി ലൈവാണോ. കാരണം നിങ്ങൾ ചെക്ക് കൊടുത്താണ് ഒരു പോളിസി എടുക്കണമെങ്കിൽ ഒരു ചെക്ക് കൊടുത്ത് ചെക്ക് കൊടുത്ത് അപ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനി പോളിസി ഇഷ്യൂ ചെയ്യും. പക്ഷേ ആ ചെക്ക് ഏതെങ്കിലും രീതിയിൽ ബൗൺസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെക്ക് പൈസയില്ലാത്തോ, അല്ലെങ്കിൽ ചെക്കിൽ തട്ടിപ്പിന് വേണ്ടി ചെയ്തതാണോ, ആ പോളിസി നമ്മൾ ആ സമയപരിധിക്കുള്ളിൽ പേയ്മെൻറ്റ് കയറിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് പോളിസി കട്ടാവും, ക്യാൻസലേഷൻ വരും. അപ്പോൾ ഈ പോളിസി ലൈവാണോ ഇപ്പോൾ, പക്ഷേ നമ്മുടെ പോളിസി നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ടാവും പാർട്ടിയുടെ കയ്യിൽ, പക്ഷേ പോളിസി കട്ടായി. ഇപ്പോൾ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പോളിസി കട്ടായി. പക്ഷേ ഈ പോളിസി ഇൻഷുർഡ് വണ്ടിയുടെ ഉടമയുടെ പോളിസി ഉണ്ടാവും. ആ പോളിസി വെച്ചിട്ട് ക്ലെയിം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡീലർക്ക് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകാർക്ക് അറിയാൻ പറ്റില്ല ഇത് പോളിസി ആക്റ്റീവാണോ അല്ലെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ക്ലെയിം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വാഹന ഉടമ ഒരു ക്ലെയിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാം ഈ പോളിസി ആക്റ്റീവാണോ, അല്ലെങ്കിൽ ഈ പോളിസി നേരത്തെ കൊടുത്തിരുന്ന ക്ലെയിം ബോണസ്, ഇപ്പോൾ നേരത്തെ ഒരു വർഷം കഴിഞ്ഞ വണ്ടി, 2 വർഷം കഴിഞ്ഞ വണ്ടി, അല്ലെങ്കിൽ വാഹനത്തിന് ഈ പോളിസിയിൽ ഒരു 50% നോ ക്ലെയിം ബോണസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലെയിം ബോണസിൽ ഇദ്ദേഹം അർഹനല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ വർക്ക്ഷോപ്പിനോ അല്ലെങ്കിൽ ഇൻഷുറൻസിനെ അറിയിക്കാം, ഇത് ഈ വാഹനത്തിന് പോളിസി ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ആക്റ്റീവ് ആണെങ്കിൽ ഇതിന് ക്ലെയിം ബോണസ് ഇത്ര ഇല്ല, അതുകൊണ്ട് ഇത്ര കട്ടിങ് വരുന്നു, ഇത്ര ശതമാനത്തിൽ, അതായത് ഇപ്പോൾ 50% ആണെങ്കിൽ ക്ലെയിം എമൗണ്ടിൽ നിന്ന് 50% കട്ടാവും. അപ്പോൾ ആ വാഹന ഉടമയെ അത് അറിയിക്കുകയോ അല്ലെങ്കിൽ ഡീലറെ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ക്യാഷ്ലെസ്സിൻ്റെ എല്ലാം ഓക്കെ ആണെങ്കിൽ ക്യാഷ്ലെസ് കൊടുക്കണതിൻ്റെ കുഴപ്പം. അപ്പോൾ അത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റികൾ, ഗവൺമെൻറ്റുകളെല്ലാം അതിന് കൂടുതൽ നിയമങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ എല്ലാ കമ്പനികൾക്കും കൊടുത്ത് ഈ ക്യാഷ്ലെസ് കൂടുതലായിട്ട് കൊണ്ടുവരണം. എന്നാലാണ് ഇൻഷുർഡിനും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഒരു അപകടത്തിൽ പെടുമ്പോൾ ഒരു വാഹന ഉടമ എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും സാമ്പത്തികമായി മെച്ചപ്പെട്ട ആൾക്കാണോന്നില്ല. അപ്പോൾ ഒരു 2 വീലർ ഓടിക്കുന്ന, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന, ഇതൊക്കെ അവർ ജീവിതമാർഗ്ഗങ്ങളായിരിക്കും അതൊക്കെ.
അപ്പോൾ അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നു, ലോറി ഓടിക്കുന്നു, അതൊക്കെ എന്ന് പറഞ്ഞൊരു ജീവിത മാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്, റെഗുലേറ്ററി അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. ഇൻഷുറൻസ് കമ്പനി അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നോ ക്ലെയിം ബോണസിനെ പറ്റി മെൻഷൻ ചെയ്തു. ഈ നോ ക്ലെയിം ബോണസ് ശരിക്കും എങ്ങനെ വർക്ക് ചെയ്യും? ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ ഞാൻ 25 അല്ലെങ്കിൽ 50% NCB വെച്ചു, ഞാൻ ആ വർഷം ക്ലെയിം ചെയ്തില്ല. അടുത്ത വർഷം ഞാൻ ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും എന്തിൽ നിന്നാണ് ഈ 50% കുറഞ്ഞു കിട്ടുക? നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പോളിസി എടുക്കുമ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് രണ്ട് പോർഷൻ ഉണ്ട്. ഒരു ഫുൾ കവർ ഇൻഷുറൻസിൽ 2 പോർഷൻ ഉണ്ട്. ഒന്ന് ഓൺ ഡാമേജ് പ്രീമിയം, 2 തേർഡ് പാർട്ടി പ്രീമിയം. ഈ തേർഡ് പാർട്ടി പ്രീമിയത്തിൽ ഫിക്സഡാണ്, അതിൽ മാറ്റമൊന്നുമില്ല. 2 വീലറാണ് ഇത്ര, 100 cc ആണ് ഇത്ര, അതിൽ മീതുള്ള CC ആണ് ഇത്ര. അതുപോലെ തന്നെ കാറുകൾ ഇത്ര 1500 cc ആണ് ഇത്ര, 1500 മീതിയാണ് ഇത്ര. അതിന് തേർഡ് പാർട്ടി പ്രീമിയം. അല്ലെങ്കിൽ കൊമേഴ്സ്യൽ വാഹനമാണെങ്കിൽ അതിൻ്റെ GVW നോക്കിയിട്ട് അല്ലെങ്കിൽ പാസഞ്ചർ കപ്പാസിറ്റി നോക്കിയിട്ടൊക്കെയാണ്. അതിൽ തേർഡ് പാർട്ടി പ്രീമിയത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ മാറ്റം വരുന്നത് എവിടെയാണ്? ഈ ഓൺ ഡാമേജ് പ്രീമിയം. ഓൺ ഡാമേജ് പ്രീമിയത്തിലാണ് നമുക്ക് ഈ ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ ഈ നോ ക്ലെയിം ബോണസുകളെല്ലാം അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു വാഹനം പുതിയതായിട്ട് വാങ്ങിക്കുന്ന വർഷം നമുക്ക് ബോണസ് ഒന്നുമില്ല, അത് ഡിസ്കൗണ്ട് ഉണ്ടാവും, ബോണസ് ഉണ്ടാവില്ല. ആ സമയം നമുക്ക് നേരത്തെ ഒരു വാഹനം, ഒരു സ്വകാര്യ പ്രൈവറ്റ് കാർ എനിക്കുണ്ടായിരുന്നു. അതിനെനിക്ക് ആ കാറിന് എനിക്ക് 50% നോ ക്ലെയിം ബോണസ് ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്താണ്, ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ആ ബോണസിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങിക്കാം. നോ ക്ലെയിം ബോണസിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് തരാൻ പറയാം. അപ്പോൾ അതിനകത്ത് ആ കമ്പനി, കാരണം പഴയ വണ്ടിയാകുമ്പോൾ നമുക്ക് ബോണസ് കുറവായിരിക്കും, ചെറിയ എമൗണ്ട് ഉണ്ടാവുള്ളൂ. ആ ചെറിയ എമൗണ്ട് നമ്മൾ തിരിച്ചടച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പകുതി വർഷമായിട്ടുള്ളെങ്കിൽ പകുതി പൈസ തിരിച്ചടച്ചാൽ മതി. തിരിച്ചടച്ചിട്ട് നമുക്ക് നോ ക്ലെയിം ബോണസിൻ്റെ സർട്ടിഫിക്കറ്റ് ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നു. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ പുതിയ വാഹനത്തിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രീമിയത്തിൽ ഒരുപാട് ഡിഫറൻ്റായി നല്ലൊരു ലാഭമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബോണസ് ഒരു പുതിയ വാഹനം എടുത്ത ആദ്യത്തെ വർഷം, അപ്പോൾ നമ്മൾ ആ നോ ക്ലെയിം ബോണസ് ട്രാൻസ്ഫർ ആയാലും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അതൊന്നുമില്ല, നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എന്താണ്, ബോണസ് ഇല്ല, ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് പോകണം. അടുത്ത വർഷം പോകുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബോണസ് വരും. 20% നോ ക്ലെയിം ബോണസ് കിട്ടും. അത് നമ്മുടെ ഈ പറയുന്ന ബേസിക് പ്രീമിയത്തിൻ്റെ 20% ഡിസ്കൗണ്ടാണ്, ഈ എന്താ പറയുക, വേവ് ചെയ്ത് കിട്ടും. അത് അടുത്ത വർഷമാകുമ്പോൾ 25% ആകുന്നു, പിന്നത്തെ വർഷമാകുമ്പോൾ 35% ആകുന്നു. ഇങ്ങനെ കൂടി മാക്സിമം 50% വരെ നമുക്ക് ഈ നോ ക്ലെയിം ബോണസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലെയിമിലേക്ക് പോകുമ്പോൾ, ഒരു അപകടം പറ്റി ക്ലെയിമിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 50% നോ ക്ലെയിം ബോണസിലേക്ക് വരുന്നുണ്ടോ. ചെറിയ ക്ലെയിമുകളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതുള്ളൂ. അത്തരത്തിലുള്ള ക്ലെയിമുകൾ ഒഴിവാക്കുക, അതാണ് അതിനകത്ത് വരുന്ന ഒരു പ്രധാന ഘടകം. നോ ക്ലെയിം ബോണസ് ഒരു പ്രധാന ഇതാണ്, നല്ലൊരു ആശയമാണ്. ഇപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളല്ലാതെ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്. ആക്കോ, ഫോൺ പേ, ഇങ്ങനെ ഓൺലൈൻ ഇൻഷുറൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ഇൻഷുറൻസ് വേഴ്സസ് നമ്മൾ സാധാരണ എടുക്കുന്ന കൺവെൻഷൻ ആയിട്ടുള്ള ഓഫ്ലൈൻ ഇൻഷുറൻസ് എന്താണ് ഡിഫറൻസസ് കാര്യങ്ങൾ വരാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഏജൻസ് വഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും എന്തൊക്കെയാണ് കവറേജുകളുള്ളത്, അതെടുത്ത ആൾ എന്താ ഗുണങ്ങൾ, ബെനിഫിറ്റുകൾ, കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നമുക്ക് ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് അഡ്വൈസേഴ്സ്. നിങ്ങളിപ്പോൾ പലരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓൺലൈൻ പോളിസി പ്രിഫർ ചെയ്യും ചിലവർ. കാരണം വേറെ ഒന്നും നോക്കാനില്ല, വേറെ പോളിസി ഡയറക്റ്റ് സൈറ്റിൽ കയറുന്നു. സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് പോളിസി കറക്റ്റായിട്ട് കിട്ടും ഒരു പ്രശ്നം. പക്ഷേ നമ്മൾ ഈ വാഹനത്തിൻ്റെ IDV കാര്യങ്ങൾ ശ്രദ്ധിക്കണം. IDV ഒരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് ഒരു പ്രധാന ഘടകമാണ്. നോ ക്ലെയിം ബോണസ് ഒരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ കവറേജുകൾ, ആഡ് ഓൺ കവറേജുകൾ, നിങ്ങൾക്ക് ഈ ആഡ് ഓൺ കവറേജുകളെല്ലാം തരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയണ്ടേ. പിന്നെ നിങ്ങൾക്ക് തരുന്ന പോളിസി ആ കാറാണോ, അത് ഓട്ടോറിക്ഷയാണോ, അത് 2 വീലറിൻ്റെ ആണോ. ഇപ്പോൾ ഈ പല പോളിസികളിലും തട്ടിപ്പ് പലപ്പോഴും കാണാറുണ്ട് നമ്മൾ. ഇപ്പോൾ പ്രീമിയം കുറയ്ക്കാനായിട്ട് ഒരു പോളിസി, നിങ്ങൾക്കൊരു പോളിസി വേണേൽ വണ്ടി ഓടിക്കാം, വണ്ടി നമ്പറൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ വണ്ടി വേറെ ആയിരിക്കും. വണ്ടി വല്ല ലൂണയോ 2 വീലറോ ആയിരിക്കും. കാറിൻ്റെ പോളിസി ആകുമ്പോൾ കാറിൻ്റെ നമ്പർ അടിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവും, വണ്ടി നമ്പർ ഉണ്ടാവും, എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ശരിയായിരിക്കും ചിലപ്പോൾ, പക്ഷേ വണ്ടി വേറെ ആയിരിക്കും. അപ്പോൾ എന്താ, പ്രീമിയം ഒരുപാട് ഡിഫറൻ്റായി. ശരി. അപ്പോൾ പല ആളുകൾക്കും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഓണർ ഡ്രൈവർ കവറേജ്,
അതൊരു പ്രധാന ഘടകമാണ്. ഓണർ ഡ്രൈവർ കമ്പൽസറി ആയിട്ട് വേണ്ട 15 ലക്ഷം രൂപ. ഓണർ ഡ്രൈവർ വാഹനത്തിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 15 ലക്ഷം രൂപയാണ് കവറേജ് കിട്ടുന്നത്. നേരത്തെ അത് 1 ലക്ഷം ആയിരുന്നപ്പോൾ അത് 15 ലക്ഷമാക്കി ഉയർത്തിയിരുന്നു. ഇതൊക്കെ പലരും 10, 350, 200 രൂപ കിട്ടുന്ന 275 രൂപ. പക്ഷേ പലരും പറയുന്ന പോലെ 275 രൂപ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാത്ത 275 നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു സാധനമാണ് ഓണർ ഡ്രൈവർ. ഇത് കമ്പൽസറി എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തില്ലെങ്കിൽ എന്താണ് ഇഷ്യൂ വരാം? എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ട്? കമ്പൽസറി എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിരിക്കണം എന്നല്ലേ? എടുത്താലേ പോളിസി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ശരിക്കും. ആണല്ലേ? പക്ഷേ കവറേജിൽ എടുത്ത് ചില ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ ഫോണിൽ കൂടെയൊക്കെ എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കവറേജ് ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് പറ്റിയിട്ടുണ്ട്, അപകടം പറ്റി പോളിസി എടുത്തു, അതിനുശേഷം ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചെല്ലുമ്പോഴായിരിക്കും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്, നമ്മൾ ഒരു പ്രിഫർ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വൈസർ അതാണ് അഡ്വൈസർ. അഡ്വൈസർ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ ബെനിഫിറ്റുകളും അദ്ദേഹം പറഞ്ഞു തരും. അത് മാത്രമല്ല, നാളെ ഒരിക്കൽ ഒരു കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കയറി ചെല്ലാം ഒരാളുടെ അടുത്തേക്ക്. ഇദ്ദേഹം 2 കമ്പനിയുടെ അഡ്വൈസറായിരുന്നു, ഇദ്ദേഹം പറഞ്ഞിട്ട് എടുത്തതാണ് എന്നൊക്കെ നമുക്ക് ചെല്ലാം. പക്ഷേ ഒന്നും ചെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലീഗലി മറ്റുള്ള ഇത് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ആളുണ്ട് ചോദിക്കാനും പറയാനാണ്, സംസാരിക്കാനും. അപ്പോൾ അഡ്വൈസർമാർ കൂടുതലും നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് കമ്പനികളിൽ ഉണ്ടെങ്കിൽ തന്നെയും കൂടുതലും ഈ ഗവൺമെൻറ് കമ്പനിയെ ആശ്രയിച്ചാണ് കൂടുതലും അഡ്വൈസേഴ്സ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് കാറുണ്ട്, 2-3 കാറുണ്ട്, കുറച്ച് സ്കൂട്ടർ ഉണ്ട്. എനിക്ക് ഒറ്റൊരു കമ്പൽസറി PA കവർ പോരെ എല്ലാത്തിനും കൂടെ ആയിട്ട്? അങ്ങനെയല്ല, ഒരെണ്ണം മതിയാവും. PA കവർ ഒന്ന് മതി. പക്ഷേ ഓണർ ഡ്രൈവർ കവറേജ് വേണമല്ലോ. ഓണർ കവർ ഇപ്പോൾ നിങ്ങൾ മറ്റു വാഹനം ഓടിക്കണമല്ലോ. അപ്പോൾ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാഹനങ്ങളുടെ എല്ലാ നമ്പർ വെച്ചിട്ട് ഒരു പോളിസി എടുത്താൽ മതി. ഒറ്റൊരു പോളിസി എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഒരു പുഴയുടെ സൈഡിൽ, അല്ലെങ്കിൽ ഫ്ലഡ് വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമൊക്കെയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു റിസ്ക് ഉണ്ടാവും, വെള്ളം എപ്പോഴെങ്കിലും കയറി വരാം എന്നുള്ളത്. മേ ബി ചിലപ്പോൾ ഈ 2018 ചില റെയറായിട്ടും വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്? കവറേജ് റിലേറ്റഡ് കാര്യങ്ങൾ. പിന്നീട് നമുക്ക് ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്കിത് ക്ലെയിം ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ഇൻഷുറൻസിൽ എന്തൊക്കെ കവറേജ് കാര്യങ്ങൾ നമുക്ക് വേണം? അതിപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ഇതിനു മുമ്പ് 2018 ഇതുപോലെ നമുക്ക് 2018 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പോളിസി നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ ഈ പറഞ്ഞ ക്ലെയിം ഒത്തിരി ക്ലെയിമുകൾ നമ്മൾ ഒരു വർഷം ഉണ്ടാവുന്ന ക്ലെയിമുകൾ ഒരു 3 ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രത്യേക നിർദ്ദേശം എല്ലാ കമ്പനികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്താ പറയുക, മാനുഷിക പരിഗണന എന്നുള്ള രീതിയിൽ അത്യാവശ്യം അതിനകത്ത് കവേഡ് അല്ലാത്ത സാധനങ്ങളും കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കവേഡ് അല്ലാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് കൺസ്യൂമബിൾസാണ്. ഈ ഓയില്, ഗ്രീസ്, കൂളൻ്റ്, ബ്രേക്ക് പാഡ്, ഇതൊക്കെ കൺസ്യൂമബിൾസിൽ വന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അതുപോലെ ഇതിനകത്ത് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കാരണം 1-2 ദിവസം കിടന്ന് ഇതിനകത്ത് വെള്ളം കയറി എഞ്ചിൻ്റെ ഓയിലൊക്കെ പോയി, അപ്പോൾ കൂടുതലും നമുക്ക് നഷ്ടം. അപ്പോൾ അത്തരമുള്ള സാധനങ്ങൾ നമ്മളൊന്ന് വേവ് ചെയ്ത് കൊടുത്തിരുന്നു അതിനകത്ത്. അതേപോലെ തന്നെ സെറ്റിൽമെൻറ്റ് തന്നെ നമ്മൾ ഈ ക്യാഷ്ലെസ് സാൽവേജ് ലോസ് സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ടോട്ടൽ ലോസ് ആവുന്ന ഒരവസ്ഥയിൽ ഇത്ര രൂപ ഏതാണ്ട് ഇത്ര രൂപ കൊടുത്ത് വണ്ടിയും കൊടുത്ത് നമ്മൾ ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന ഒരു സാഹചര്യം. അതൊക്കെ അന്ന് ഈ ഫ്ലഡ് വരുമ്പോൾ ഉള്ള അന്നത്തെ ഒരു ഫ്ലഡിൽ വന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രത്യേക നിർദ്ദേശം ഹെഡ് ഓഫീസുകളുടെ ഡയറക്ഷനൊക്കെ മൂലമാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ആഡ് ഓൺ കവറേജിൽ ഈ കൺസ്യൂമേഴ്സും കൂടി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഐറ്റംസ്, പെട്രോൾ, അതായത് നമ്മൾ ഓയിൽ, ഡീസൽ, കൂളൻ്റ്, ഗ്രീസ്, ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഫ്ലൂയിഡ്, കംപ്രസർ ഓയിൽ, ഇതൊക്കെയാണ് ഈ കൺസ്യൂമബിൾസിൽ വരുന്നത്. ബാക്കി അതാണ് കൺസ്യൂമബിൾസ്. ഇപ്പോൾ നമ്മൾ നട്ട് ബോൾട്ട് അതൊന്നും കൺസ്യൂമബിൾ അല്ല. ശരിക്കും അപകടം പറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന അതിലേക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികൾ. പിന്നെ ഈ ഓൺ ഡാമേജിൽ ഓൾറെഡി നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം കവേർഡ് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് ഈ പറയുന്ന പോലെ വെള്ളപ്പൊക്കം, പിന്നെ വേറെ അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഇഷ്യൂസ്. ഈ റാറ്റ് ബൈറ്റൊക്കെ എന്തിലാണ് കവർ ചെയ്യുക? എലി കടിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ ഒരുപാട് പൈസ വയറിംഗ് കിറ്റിനൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളത് നമുക്ക് കവറേജ് വേറെ എടുക്കണോ അതോ വേണ്ട? റാറ്റ് ബൈറ്റ് ഓൾറെഡി കവേർഡാണ് ഓൾറെഡി. അതെ, റാറ്റ് ബൈറ്റ് കവേർഡാണ്. ഇപ്പോൾ പെട്രോൾ കാറുകളിൽ ഒരു വണ്ടിൻ്റെ ശല്യം, വണ്ട് വന്നിട്ട് പെട്രോൾ വാഹനങ്ങളുടെ അതിൻ്റെ ഓസ് ഒരു ഫൈബർ പോലത്തെ ഒരു സാധനമാണ്. അത് തുളയ്ക്കും. അത് തുളച്ച് കഴിഞ്ഞാൽ പെട്രോൾ ലീക്ക് വരും.
അത് വീടിക്കാനുള്ള സാധ്യതകൾ, വണ്ടി കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതകൾ, നമ്മൾ ഒത്തിരി കംപ്ലൈൻറ്റ്സ് അതുപോലെ വന്നിട്ടുണ്ട്. അതെല്ലാം ഇത് ഇൻഷുറൻസിൽ കവേർഡാണ്, ഓൾറെഡി കവേർഡാണ്. പക്ഷെ പലയിടത്തും പറയുന്ന പോലെ റാറ്റ് ബൈറ്റ് ഒന്നും കവേർഡ് അല്ല എന്ന് പറയുന്നത് ഇല്ല. അത് ആളുകൾ അത് കൂടുതലും ഈ പ്രൈവറ്റ് കമ്പനികളൊക്കെ ആയിരിക്കും. അത് ശ്രദ്ധിച്ചു, ആ കമ്പനികളായിരിക്കും ഇത് കവേർഡല്ല എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അത്തരത്തിൽ എങ്ങനെ അവരെ സംബന്ധിച്ച് ക്ലെയിം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഭൂരിഭാഗം. അതാണ് ഉദ്ദേശം. അപ്പോൾ ശരിക്കും ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് എടുക്കണോ അതോ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ എടുക്കണോ? അല്ല, നമ്മൾ ഇൻഷുറൻസ് കമ്പനികളിൽ പ്രൈവറ്റ് കമ്പനികൾ നല്ല കമ്പനി ഉണ്ട്, ഇല്ല എന്നല്ല. ഗവൺമെൻറ് കമ്പനികൾ നമ്മളിപ്പോൾ ഏറ്റവും ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രിഫറൻസ് പറയുന്നത് ഗവൺമെൻറ് കമ്പനികൾക്കാണ്. ഗവൺമെൻറ് കമ്പനിയുടെ 4 കമ്പനികളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂ ഇന്ത്യ അഷുറൻസ് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ന്യൂ ഇന്ത്യ അഷുറൻസ്. അതായത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖല ഇൻഷുറൻസ് കമ്പനിയാണ് ന്യൂ ഇന്ത്യ അഷുറൻസ്. പിന്നെ യുണൈറ്റഡ് ഇന്ത്യ ഉണ്ട്, ഓറിയൻ്റൽ ഉണ്ട്, നാഷണൽ ഇൻഷുറൻസ്. ഈ 3 കമ്പനികൾ, ഈ 4 കമ്പനികളും ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങുകളാണ്. ഇപ്പോൾ 4 കമ്പനികളുടെ ഇൻഷുറൻസ് നമ്മൾ പ്രിഫർ ചെയ്യാനാണ് ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത്. കൂടാണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചില പ്രൈവറ്റ് കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കമ്പനികളുടെ പോളിസി എടുക്കുമ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കമ്പനികളുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കണം. എത്ര റേഷ്യോ വരെ ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ക്ലെയിം റിജക്ഷൻ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ റേഷ്യോ, എന്തോരം ക്ലെയിം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കുക, ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കമ്പനികളായിരിക്കും റിജക്ഷൻ. ഗവൺമെൻറ് കമ്പനികളിൽ നിന്ന് വളരെ നിസ്സാരമായിട്ടുള്ള ക്ലെയിമുകൾ റിജക്ഷൻ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ അവർ കുറച്ചും കൂടി നല്ല എന്താ പറയുക, നമുക്ക് എല്ലാ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അത് ചെയ്യേണ്ടതാണെങ്കിൽ ഗ്രീവൻസ് ആയാലും അത് ചെയ്യേണ്ടതാണെങ്കിൽ ആ കമ്പനി നിർബന്ധമായിട്ട് ചെയ്യും. കാരണം വേറെ ഒന്നും നോക്കത്തില്ല. പക്ഷേ മറ്റ് ചില കമ്പനികൾ അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും റിജക്റ്റ് ചെയ്യാം. ഭൂരിഭാഗം ചില ക്ലെയിമുകളെല്ലാം റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് ക്ലെയിം റിജക്റ്റ് റേഷ്യോ നോക്കുക, റെപ്യൂട്ടേഷൻ റേഷ്യോ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും ഏത് കമ്പനിയാണെന്നുള്ളത്. കമ്പനിയുടെ പേര് ഞാൻ അതിൽ എടുത്ത് പറയാനുള്ള നമുക്കറിയാം, പക്ഷേ നമുക്ക് അതിനകത്ത് പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അത് നോക്കുക, എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വാഹനം വാങ്ങാനിരിക്കുന്ന ആളുകളാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എസ്പെഷ്യലി റിട്ടേൺ ടു ഇൻവോയ്സ് എല്ലാവരും എടുത്ത് വെക്കുക. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുടക്കിയതിൻ്റെ ഒരുവിധം എമൗണ്ട് എല്ലാം നമുക്ക് റോഡ് ടാക്സ് അടക്കമുള്ള എമൗണ്ട് എല്ലാം നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് സാറ് പറഞ്ഞ പോലെ കൺസ്യൂമബിൾ കവറേജ് നമുക്ക് എടുത്ത് വെക്കാം, പേഴ്സണൽ ബിലോങ്ങിങ്സ് കവറേജ്, അലോയ് വീലിൻ്റെ കാര്യം പറഞ്ഞു, അതൊക്കെ ആവശ്യമാണെങ്കിൽ എടുക്കാം. പിന്നെ കീ പ്രൊട്ടക്ഷൻ, ഇങ്ങനത്തെ എപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം സേഫായിട്ടുള്ള ഒരു രീതിയിൽ ഭൂരിഭാഗം കവറുകളും നമുക്ക് ആവശ്യമുള്ളത് വെച്ച് എടുത്തു വെക്കാം. മേ ബി ചിലപ്പോൾ പ്രീമിയം കുറച്ച് കൂടുമായിരിക്കും, എന്നിരുന്നാലും നാളെ നമ്മുടെ കഷ്ടകാലത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അധികം കാശ് പോകില്ല. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആണ്. അതെ, നമ്മൾ ഇന്ന് ഞാൻ ഭയങ്കര അടിപൊളി ഡ്രൈവറാണ്, എൻ്റെ വണ്ടിക്ക് ആക്സിഡന്റ് ഒന്നും വരില്ല എന്ന് നമ്മൾ വിചാരിച്ച് നമ്മളൊരു ചെറിയ കവറേജ് മാത്രം എടുത്തു വെച്ചാലും നാളെ വേറൊരു വണ്ടി ഇങ്ങോട്ട് വന്ന് കയറുക, അല്ലെങ്കിൽ നമ്മൾ പോണ വഴിയിൽ ഒരു മരം മറിഞ്ഞ് വീഴുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പോലെ സ്പെയർ പാർട്സിനെല്ലാം നല്ലൊരു റേറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചും കണ്ടും നല്ല കമ്പനികളിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാം നല്ല കവറേജ് ഉള്ള പോലെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് എടുക്കുക. പിന്നെ നോ ക്ലെയിം ബോണസ്, IDV ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഫിറ്റിങ്സ് വണ്ടികളിൽ കയറ്റുന്നതാണ്. പല വണ്ടികളും എടുത്ത് ഇപ്പോൾ താറ് പോലെയുള്ള വണ്ടിയൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. പുതിയ ബമ്പറുകൾ, സാധനങ്ങൾ, ലൈറ്റ് ഇതൊക്കെ കയറ്റിയിട്ട് ഒരുപാട് മോഡിഫൈ ചെയ്ത വണ്ടികൾ ഇറക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങളിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂസൊക്കെ വരുന്ന ടൈമിൽ ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞ് ക്ലെയിമൊക്കെ വരുന്ന ടൈമിൽ എങ്ങനെയാണ് ഈ എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ കാര്യങ്ങൾ? എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വാഹനം വരുമ്പോൾ അതിനകത്ത് ഇല്ലാത്തിരിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യും. ഇപ്പോൾ അതിനകത്ത് സ്റ്റീരിയോ, ഇലക്ട്രോണിക് ഐറ്റമായിട്ടുള്ള സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാം, ഹോണുകൾ ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നോൺ ഇലക്ട്രിക്കൽ അക്സസറീസ് ഫിറ്റ് ചെയ്യാം. നോൺ ഇലക്ട്രിക്കൽ അക്സസറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗാർഡുകൾ ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ടൂ വീലറിനൊക്കെ ഇഷ്ടംപോലെ ഗാർഡുകൾ ഫിറ്റ് ചെയ്യാൻ എക്സ്ട്രാ ഫിറ്റിങ്സാണ് ഗാർഡുകൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില വാഹനങ്ങൾ വരുമ്പോൾ അതിനകത്ത് AC ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കൊമേഴ്സ്യൽ ചില വാഹനങ്ങൾക്കാണ് AC ഉണ്ടാവില്ല, AC എക്സ്ട്രാ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ കവർ ചെയ്യാനായിട്ട് നമ്മൾ നോൺ ഇലക്ട്രിക്കൽ അക്സസറീസ്, ഇലക്ട്രിക്കൽ അക്സസറീസ് 2 ടൈപ്പ് ഉണ്ട്. ഈ 2 ടൈപ്പിന് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ
പുതിയ വാഹനം കുറേ സ്റ്റിക്കറുകൾ ഇപ്പോൾ ചില മോഡലിൻ്റെ സ്റ്റിക്കർ ഇപ്പോൾ ലോവർ വേരിയൻറ്റ് വാങ്ങിച്ചിട്ട് അപ്പർ വേരിയൻറ്റ് മോഡലിലാക്കി ആക്കാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റിക്കർ അതിനകത്തുള്ള ആവശ്യമുള്ള സാധനങ്ങൾ അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ മേടിച്ച് ഫിറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ വാഹനത്തിൽ നിന്ന് വിലയിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്ര രൂപയുടെ സാധനമാണ് കവറേജ് ആ സാധനങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്യണം. അത്രയും എമൗണ്ടിന് നമ്മൾ കവർ ചെയ്യണം. അത്രയും എമൗണ്ടിന് ഇപ്പോൾ ഇലക്ട്രിക്കലാണെങ്കിൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് എന്ന് പറയണം, നോൺ ഇലക്ട്രിക്കൽ ഐറ്റംസ് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കവർ ചെയ്യണം. എക്സ്ട്രാ ഫിറ്റിങ്സിന് വേറെ കവറേജ് ഉണ്ട്. അതിന് അഡീഷണൽ പ്രീമിയം അടയ്ക്കണം. അത് ശരി. അത് എടുത്താൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് എടുത്തില്ല എങ്കിൽ നമുക്ക് സ്റ്റോക്കായിട്ട് വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ വരുന്ന അതിന് മാത്രമേ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരു കാറ് ഓടിക്കുന്നു, കാറിൻ്റെ വീല് നോർമൽ സാധാ വീലാണ്, നമ്മൾ അലോയ് വീലാക്കിയ. അപ്പോൾ അലോയ് വീൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിന് കോസ്റ്റ്ലിയാണ്. 10,000, 6,000, 7,000 പല റേഞ്ചിലും വരുന്നതാണ്. നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് നമ്മൾ കവർ ചെയ്യണം. കവർ ചെയ്താൽ അത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നോർമൽ അലോയ് വീലേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് ബേസിക്കലി മനസ്സിലാക്കി, ഇപ്പോൾ ഒരു സർവേർ ആണെങ്കിൽ പോലും ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഇതൊരു പുറത്തുനിന്ന് കയറ്റിയാണ് ഒരു ആക്സസറി ആണോ, ഇതിന് എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? തീർച്ചയായിട്ടും ഒരു സർവേർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം. ശരി, അതാണ് സർവേർ. സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോഡലിന് വേരിയൻറ്റിന് എന്തൊക്കെയാണുള്ളത്, അടുത്ത മോഡലിന് എന്താണ് ഡിഫറൻസ്, അങ്ങനെയുണ്ട്. അതിന് അലോയ് വീൽ ഏത് ടൈപ്പാണ് വരുന്നത്. ഇപ്പോൾ പല ടൈപ്പ് അലോയ് വീൽ വരുന്നുണ്ട്, ഡുവൽ കളർ വരുന്നുണ്ട്, ഡയമണ്ട് കട്ട് വരുന്നുണ്ട്, നോർമൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിടുമ്പോൾ അതനുസരിച്ചുള്ള കവറേജ് ചെയ്യണം. സെയിം വരുമ്പോൾ അത് സർവേർ നോക്കും അത് ആണോ അല്ലേ എന്നുള്ളതനുസരിച്ച് കൊടുക്കും. ഇത് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ എനിക്ക് പുതിയൊരു അറിവാണ്. അപ്പോൾ വണ്ടിയിൽ ആവശ്യത്തിൽ കൂടുതൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഇതിൽ എക്സ്ട്രാ മോഡിഫൈ ചെയ്യണം അതിനുള്ള കവറേജൊക്കെ എടുത്ത് വെക്കുക. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പൈസ ഒരു ക്ലെയിമൊക്കെ വരുമ്പോഴത്തേക്ക് മറന്നേക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ ഒരു വണ്ടി നമ്മൾ വാങ്ങിച്ചു, കഷ്ടകാലത്തിന് അത് ആക്സിഡൻ്റായി, അത് ശരിയാക്കി എടുക്കാനായിട്ട് നമുക്ക് വേറെ വണ്ടികളൊന്നും അങ്ങനെ ഇല്ലയെന്ന് വിചാരിക്കാം. അപ്പോൾ കുറേ ദിവസം എടുക്കും, മേ ബി ഒരു മാസം അതിൽ കൂടുതലൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കവറേജ് കാര്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ അഡീഷണൽ പ്രീമിയം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടാക്സി നമുക്കൊരു ഇപ്പോൾ രാവിലെ ടാക്സി നമുക്കൊരു യാത്ര പോകണം, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാക്സി വിളിക്കേണ്ടി വരും. അപ്പോൾ ടാക്സി ഫെയർ അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും എത്രയാണ് എമൗണ്ട് എന്നുള്ളത്. അത് ഒരു പെർ ഡേ ചിലപ്പോൾ 1000 ആയിരിക്കാം. അത് നമ്മൾ വേണ്ടത് അനുസരിച്ച് എത്ര ദിവസത്തേക്ക് വേണം, എങ്ങനെയാണ് കവറേജ് എന്നുള്ളത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ അത് നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസലിൽ ഇത് നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് അതിന് പ്രീമിയം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കവറേജ് കിട്ടും. അപ്പോൾ നമുക്ക് ടാക്സി വിളിച്ച് പോകാനുള്ള പൈസ അതിന് ഫുൾ പൈസ അല്ല, അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എത്ര രൂപയാണോ ഒരു ദിവസം തരാവുന്ന കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം എത്ര വരെ കൊടുക്കാവുന്നത് എന്നും അവനത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ വണ്ടിയിൽ നമ്മളെവിടെയും നിർത്തിയിട്ടിരുമ്പോൾ കഷ്ടാലത്തിന് ഒരു തേങ്ങ വീഴാം. ഇപ്പോൾ സൺറൂഫൊക്കെ ഉള്ള പുതിയ വണ്ടികളൊക്കെയാണെങ്കിൽ വലിയ സൺറൂഫൊക്കെ വരാം, ഇത് വീണ് ഫുൾ പൊട്ടി പോവുക, അല്ലെങ്കിൽ ഇപ്പം മരം വീഴാം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളിത് എന്ത് കവറേജിലാണിത് ഉൾപ്പെടുന്നത്? നമ്മുടെ വാഹനത്തിന് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ പോലെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഓൺ ഡാമേജിൽ തന്നെ ഇതെല്ലാം കവറാണ്. അത് ശരി. ഇതൊന്നും പലതും കൊടുക്കാത്ത കേസുകൾ ഇപ്പോൾ റാറ്റ് ബൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, കൊടുക്കുന്നില്ല, 8000 രൂപ കൊടുത്തിട്ട് വയറിംഗ് കിറ്റ് മാറ്റണം എന്നൊക്കെ പറഞ്ഞ കേസുകൾ. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി ഒരു ഇൻഷുറൻസിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ? അതാണ് ഫുൾ കവർ എന്ന് പറഞ്ഞാൽ, ഫുൾ കവേർഡാണ് അതിനകത്തെല്ലാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇൻഷുറൻസ് റിലേറ്റഡ് നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ഒരുവിധം കവറേജ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടാം. സാറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സാർ ഒരു ഇൻഷുറൻസ് സർവേറും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് അല്ലെങ്കിൽ ക്ലെയിം റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറിനോട് ചോദിക്കാം. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ക്ലെയിം റിലേറ്റഡ് കാര്യങ്ങൾ, ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ക്ലെയിം വരുമ്പോൾ നോക്കുക, ക്ലെയിം പ്രൊസീജിയർ എങ്ങനെയാണ്, ഇതൊക്കെ ആയിരിക്കും സംസാരിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.